ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗ്രേസമ്മ ചിന്നുമോളുടെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നീ ഇങ്ങനെ പ്രത്യേകിച്ച് നോക്കുന്നത്? അല്ല, ഈ കുട്ടിക്ക് ഈ കണ്ണും മൂക്കും ഒക്കെ കണ്ടിട്ട് എവിടെയോ കണ്ടു പരിചയമുള്ള പോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. നിനക്ക് ഈ കുട്ടിയെ അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടോ? നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കൊച്ചുങ്ങളൊന്നും അവർ തരൂല. അവർ തീരുമാനിക്കുന്ന കൊച്ചുങ്ങളെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ കൊച്ച് അവരുടെ അല്ലല്ലോ, സ്നേഹനികേതനത്തിൻ്റെ അല്ലേ. ആലീനയാണ് അവർക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ചിന്നുമോളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആലീന ചോദിച്ചാലേ അവർക്ക് തിരിച്ച് തരണം, തരേ നിവർത്തിയുള്ളൂ എന്നൊക്കെ പറയാനട്ടെ ഗ്രേസമ്മ. എന്തായാലും നീ തിരക്കൊന്നും പിടിക്കണ്ട, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. എന്താ? ആ, ചോദിച്ചു നോക്കാമല്ലേ. എന്തോ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായി ആ ഒരു കൊച്ചിനെ എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പം മാമച്ചന് മനസ്സിലാവാണ് ഗ്രേസമ്മയ്ക്ക് ചിന്നുമോൾ ഒരുപാട് ഇഷ്ടമായി. ആ കുട്ടീനെ ദത്തെടുക്കാനായിട്ടുള്ളൊരാഗ്രഹം മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും മനസ്സിൽ വരികയാണ് കേട്ടോ. ആ ശരി, നമുക്ക് സംസാരിച്ച് നോക്കാമെന്ന് മാമച്ചൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇതേ സമയം പിന്നെ നമ്മുടെ അലീനയും രേവതിക്കുട്ടിയും കൂടിയിട്ട് ജിജുവിൻ്റെയും ഷെറിൻ്റെയും ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തു ഭംഗിയാണല്ലേ രണ്ടുപേരും ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, മാമച്ചനായിട്ടും ആൻറ്റീനായിട്ടും അങ്കിളിനായിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്, അത് വേറെ ആൽബത്തിലാന്ന് പറയും കേട്ടോ. അപ്പോൾ ആലീന ചോദിക്കേണ്ടി, ഇവർക്ക് ഇത്രയ്ക്ക് ഫ്രീഡം ഉണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുക. ഭയങ്കര പ്രേമല്ലായിരുന്നു ചേച്ചി. ഷെറിൻ ചേച്ചി LLBക്ക് പഠിക്കുകയായിരുന്നു. ഏട്ടനാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. അതെ, എറണാകുളത്ത് തന്നെ. ഷെറിൻ ചേച്ചി എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ മിക്ക ദിവസങ്ങളിൽ ഇവിടെ തന്നെയാണെന്നാണ് പറഞ്ഞതെന്ന് പറയട്ടോ. ആണോ? പക്ഷേ മനസ്സമ്മതത്തിന് 2-3 ദിവസം മുമ്പാണ് ആക്സിഡൻ്റ് ആയത്. അയ്യോ, ഇതിലൊരാളില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു എന്നിങ്ങനെ അലീന പറയുകയാണേ. അതിനുശേഷം ആ ഒരു ആൽബമൊക്കെ രവതിക്കുട്ടി എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മാമച്ചനും ഗ്രേസമ്മയും കൂടെ വരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഇടയിൽ എന്തെടുക്കാന്ന് ചോദിക്കും കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. വണ്ടിയിൽ ഒച്ച കേട്ടില്ലല്ലോ എന്ന് രവതിക്കുട്ടി ചോദിക്കണം. കേട്ടില്ലേ? ഞങ്ങൾ എപ്പോൾ വന്നതാ? ഞങ്ങൾ വന്നതൊന്നും നിങ്ങൾ അറിഞ്ഞേ ഇല്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗ്രേസമ്മ. അപ്പോൾ ഗ്രേസമ്മനോട് അലീന ഇങ്ങനെ ഞങ്ങൾ രേവതിക്കുട്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം മാമച്ച അതങ്ങ് കൊടുക്കുക എന്ന് പറയട്ടോ. അപ്പോൾ 2 കവറെടുത്തിട്ട് അലീൻ്റെ കൈ കൊടുക്കുകയാണ്. എനിക്കോ? ദേ രേവതിക്കുട്ടി, നിനക്കായിരിക്കും ഇത് വാങ്ങിച്ചിരിക്കുന്നത്, നീ വാങ്ങിക്കെന്ന് പറയട്ടോ. രേവതിക്കുട്ടിക്കുള്ളത് ഞങ്ങൾ കൊടുത്തോണ്ടും അത് ഞങ്ങൾ കൊടുക്കണമുണ്ട്, ഇത് അലീനയ്ക്കുള്ളതാന്ന് പറയട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എനിക്കോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, അലീനയ്ക്ക് തന്നെ. എനിക്കിങ്ങനെ ആരൊന്നും തന്നിട്ടില്ല. ഇത് വേഗം വാങ്ങിക്കി, എൻ്റെ കൈ കഴിക്കണം, എനിക്കിതിങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കാൻ പറ്റില്ല. അങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കേട്ടോ. എനിക്കിങ്ങനെ ആരും തന്നിട്ടില്ല എന്ന് പറയും. അതൊന്നും പറയണ്ട. വാ, നിങ്ങൾ വേഗം വന്നേ, ഫുഡ് കഴിക്കാം, ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് പറയും. ഗ്രേസമ്മക്ക് അവിടെ നിന്ന് പോകും. രേവതിക്കുട്ടി അലീനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അതെ, ഇതിപ്പോൾ നിനക്കുള്ളതാ, കാരണം നീ നല്ലതായതുകൊണ്ടല്ലേ അവരിതൊക്കെ എനിക്ക് തന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ വലിയ സംഭവമാണല്ലേ ചേച്ചി? വലിയൊരു സംഭവം എന്നിട്ട് കെട്ടിപ്പിടിക്കാൻ കേട്ടോ അലീന രേവതിനെ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ കവറിൽ എന്താണെന്ന് നോക്കിയാലോ? എന്തായാലും അത് നിന്നെ പോലെ തന്നെ എനിക്ക് വലുതാണ് എന്ന് പറയും അലീന. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക് കൃഷ്ണമോള് വരാൻ കേട്ടോ. മുത്തശ്ശി നേരമായിട്ട് ഉറങ്ങില്ലേ? ഉറക്കം വരുന്നില്ല മോളെന്താ ഉറങ്ങാഞ്ഞേ? എനിക്കും ഉറക്കം വരുന്നില്ല മുത്തശ്ശി എന്ന് പറയും. അതെന്ത് പറ്റി ഉറക്കം വരാത്ത? എന്തോ അറിയില്ല എന്ന് പറയാം കേട്ടോ. അലീന വന്നിട്ടില്ലല്ലോ എന്ന് പറയട്ടോ. അലീന ചേച്ചി വന്നിട്ടില്ലാത്തതിന് അമ്മ ഭയങ്കര ദേഷ്യത്തിലാന്ന് പറയട്ടോ. അവളെന്തിനാ ദേഷ്യപ്പെടുന്നത്? അവളിവിടെ ഉള്ളപ്പോഴാണല്ലോ അവൾക്ക് കണ്ടുവിടാത്തത്, പിന്നെ എന്തിനാ വരാത്തതിന് ദേഷ്യപ്പെടുന്നത്? അലീന ചേച്ചി ഉണ്ടെങ്കിലേ അവിടെ ഒന്ന് ഓർഡർ ചെയ്താൽ മതിയല്ലോ. ഇപ്പം അമ്മയ്ക്കൊരു നല്ല ചായ കിട്ടണമെങ്കിലേ ആരോട് പറയും? സ്വയം ഉണ്ടാക്കി കുടിക്കണ്ടേ? നിൻ്റെ അച്ഛനോട് പറയട്ടെ, നിൻ്റെ അച്ഛൻ നല്ല കുക്കാ. അവള് ബാലേന്ദ്രന് മുന്നിൽ വൈജയന്തി ഒന്നുമല്ല, അത്ര നല്ല രസമായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ ബാലേന്ദ്രന് അറിയാം. ബെസ്റ്റ്. അമ്മ ഉള്ള പച്ചൻ അടുക്കളയിൽ കയറുന്നോ? നന്നായി, നല്ല കഥയായി എന്ന് കൃഷ്ണമോള് പറയാൻ കേട്ടോ. അപ്പോൾ അതും ശരി തന്നെയാണ് എന്ന് പറയും. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കി, ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല വൃത്തിയും വെടുപ്പുണ്ട്. അലീന അത്ര നല്ല ക്ലീൻ ആയിട്ടാണ് ഇവിടെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്നെ അത്രയും നന്നായി നോക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഇരിക്കാനല്ല വന്നത്, കിടക്കാനാ. ഇന്നലെ മുത്തശ്ശി ഒറ്റയ്ക്കല്ലേ കിടന്നത്. ഒരു ദിവസമൊക്കെ ഒരാൾക്ക് ഒറ്റയ്ക്ക് കിടക്കാം, പക്ഷേ 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും വിഷമാവും. അതുകൊണ്ട് ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് കിടക്കാൻ വന്നത്. കിടക്കാനോ? എവിടെ? അലീന ചേച്ചി കിടക്കുന്നിടത്ത്. അയ്യോ മോളെ, നിനക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഞാൻ അലീന ചേച്ചി കൊടുക്കേണ്ടടുത്ത് കിടന്നോളാന്ന് പറഞ്ഞിട്ട് അലീനയുടെ പായയും താലനൊക്കെ എടുത്ത് കിടക്കുകയാണേ. മാത്രമല്ല അപ്പോൾ ഉതപ്പും താലനൊക്കെ മണപ്പിച്ചു നോക്കുകയാണ്. അലീന ചേച്ചിയുടെ മണം
എന്ന് പറയുകയാണേ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നിനക്ക് ഇഷ്ടമാണോ ഡി അലീനനെ? പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മുത്തശ്ശി. എനിക്ക് ആ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാതെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഒത്തിരി ചൂടുവെള്ളം കുടിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും ചൂടുവെള്ളമായിട്ട് ആ ചേച്ചി മുന്നിൽ വരും. എനിക്ക് അങ്ങനത്തെ ഒരു ചേച്ചിനെ മതിയായിരുന്നു, അലീന ചേച്ചിനെ പോലത്തെ ഒരു ചേച്ചിനെ. ഇവിടെയുണ്ട് ഒരു സാധനം, ഭൂതന എന്ന് പറയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയാണ്, അവള് അമ്മേരെ തനി പകർപ്പ എന്ന് പറയും. ഞാൻ അച്ഛൻ്റെ പോലെയല്ലേ മുത്തശ്ശി എന്ന് കൃഷ്ണമോള് ചോദിക്കാൻ കേട്ടോ. നീ അച്ഛൻ്റെ സ്വഭാവം മാത്രമല്ല അച്ഛൻ്റെ മുഖച്ചായും അതേപോലെ ഉണ്ട്, ഡൺ എന്ന് പറയാൻ കേട്ടോ. എന്നാലും മുത്തശ്ശി കിടന്ന് ഉറങ്ങിക്കോ, ഞാനും ഉറങ്ങട്ടെ, ഗുഡ് നൈറ്റ് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുപ്പൊക്കെ ഒന്നുകൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങാണ് കൃഷ്ണമോള്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന പോകാൻ റെഡി ആയിട്ട് വരുമ്പം ഗ്രേസമ്മ, ആഹാ ഇത്ര നേരത്തെ പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ലല്ലോ. എടി നീ അല്ലേ ഇവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് പറഞ്ഞയക്കേണ്ടത്, ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ എന്ന് പറയും. അപ്പം അലീന പറയും, നേരത്തെ ചെല്ലണം, മേഡത്തിന് ബാങ്കിൽ പോകണം, സാറിന് ഓഫീസിൽ പോകണം, പിള്ളേർക്ക് കോളേജിൽ പോകണം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പോകുന്നത്. മാമച്ച അലീനെ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിൽ വിട്ടിട്ട് വായോ എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം അലീന ഗ്രേസമ്മയുടെ അടുത്ത് വന്നിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. ആൻറ്റി എന്ന് പറഞ്ഞിട്ട്, എനിക്ക് എന്താണെന്നറിയാത്ത സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. വല്ലാത്ത കണ്ണൊക്കെ നിറയുന്നുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് സങ്കടം കൊണ്ടൊന്നല്ല കേട്ടോ, സന്തോഷം കൊണ്ടാണ്. എന്തോ ഒരു ബന്ധു വീട്ടിൽ വന്നിട്ട് പോകുന്നത് പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതിനുശേഷം മാമച്ചനോട് പറങ്ങളെ, ഞാനിവിടെ രേവതിക്കുട്ടിനാക്കിയിട്ട് പോകുമ്പോൾ എനിക്ക് വലിയ സങ്കടമായിരുന്നു. അവളുടെ ജീവിതം എന്താവും, നിങ്ങൾ അവളെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ ഒരു അച്ഛൻ്റെ അമ്മയുടെ തണലിൽ അവളെ നിർത്തിയിട്ട് പോകുന്നത് പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വല്ലാത്ത സന്തോഷമാണ് എനിക്ക്. അവൾ ഭാഗ്യം ചെയ്ത കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ തന്നെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മാമച്ചന് സങ്കടം വരുന്നുണ്ട്. നമ്മളെ ഗ്രേസമ്മയാണെന്നുണ്ടെങ്കിൽ കരയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയുടെ അടുത്ത് നിന്നിട്ട്, മോളെ എന്നോട് യാത്ര ഒന്നും പറയണ്ട, ഞാനും വരുന്നുണ്ട് ബസ് സ്റ്റാൻഡ് വരെ എന്ന് പറയും. മോള് വിഷമിക്കൊന്നും വേണ്ട, മോള് പോയിട്ട് വാ, ഒരു ദിവസം ഞാൻ മാമച്ചനും ഇതേ രേവതിക്കുട്ടീനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാട്ടാന്ന് പറയട്ടോ. ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിക്കുട്ടീനെയും കൂട്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോകാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഓട്ടോയിൽ വന്ന് ഇറങ്ങാണ് കേട്ടോ, കടപ്പാട്ടൂർ വീട്ടിൽ. അവൾ വന്ന് ഇറങ്ങിയിട്ട് കോണിബെല്ലൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ആരും വാതിൽ തുറക്കുന്നില്ല. ജനലിൻ്റെ അവിടെ വന്ന് നോക്കുന്നുണ്ട്. അതിന് ശേഷം കിച്ചൻ്റെ അവിടെ ബാക്കിൽ പോയിട്ട് നോക്കുന്നുണ്ട്. ഫുള്ള് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകെ വിഷമിക്കുകയാണ് അലീന. ഇതേ സമയം വൈജയന്തിയും നമ്മുടെ മുത്തശ്ശിയും കൊല്ലപ്പള്ളിയിലാണ് കേട്ടോ. ഡോക്ടറെ അടുത്ത് പോയി പ്ലാസ്റ്റർ വെട്ടിയതിന് ശേഷം നേരെ കമലയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇന്ന് ലീവ് എടുത്ത് തന്നെ കൊണ്ടുവന്നത് ഇങ്ങോട്ട്? പ്ലാസ്റ്റർ വെട്ടാറായിട്ടുള്ള ദിവസം പോലും ആയിട്ടില്ലല്ലോ, എനിക്ക് മരുന്നും അരിഷ്ടമൊക്കെ കഴിക്കണം, അതൊക്കെ അവിടെയാണ്. ഒരു ദിവസം ഒരു നേരമൊന്നും മരുന്നും അരിഷ്ടമൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇവിടേക്ക് എന്തിനാടി വന്നത്? എന്താ ഇങ്ങോട്ട് വന്നത്? ഇതേ അച്ഛൻ അമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണ്, വലതുകാലം വെച്ച് അച്ഛൻ്റെ ഒപ്പം കയറി വന്ന വീടാണിത്. അതുമാത്രമല്ല ഈ വീട് അമ്മയുടെ പേരില്ല, ഇടയ്ക്കൊക്കെ തറവാട്ടിൽ വന്ന് പോകണം, അതിനെന്താന്ന് ചോദിക്കാൻ കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വേറെ ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിക്കുകയാണ് കേട്ടോ. കാരണം മുത്തശ്ശിക്ക് അറിയാം അലീന വന്നിട്ടുണ്ടാവുന്നു. ഈ സമയത്ത് കമല വെള്ളമൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ, അതിന് ജ്യൂസ് കൊടുക്കണമെന്ന്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, തണുത്തതാണോ? തണുത്തതാണ്. എന്നാൽ എനിക്ക് വേണ്ട, വേണ്ടേ കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കമല ആ ജ്യൂസ് അവിടെ വയ്ക്കും കേട്ടോ. വൈജയന്തി മേടിച്ച് കുടിക്കുന്നുണ്ട്. ആ പെൺകുട്ടി വന്നാവോ? അപ്പോൾ കമലയ്ക്ക്, ആര്? അലീന എന്ന് പറയാൻ കേട്ടോ വൈജയന്തി. ഓ അവളോ എന്ന് ചോദിക്കും. അവൾ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. എടി നമുക്ക് വീട്ടിലേക്ക് പൊക്കാളാം. അല്ല നിങ്ങൾ ചോറ് തിന്നിട്ടല്ലേ പോകുന്നു? അത്രേ ഉള്ളൂ കമലെടുത്തി എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ദേഷ്യം വരാണ്. എടി ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? അതെന്താ ഒരു നേരം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? അതെ, അമ്മയുടെ കാര്യം ഇപ്പോൾ നോക്കുന്നത് ആരാ? ഞാനല്ലേ? എനിക്കറിയാം എപ്പോൾ എവിടെ പോകണം, എപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം, എപ്പോൾ അമ്മനെ കൊണ്ടുവരണം എന്നൊക്കെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ് കേട്ടോ വൈജയന്തി. നീ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ, ആ പെൺകുട്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും എന്ന് പറയണ്ട. പെൺകുട്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്നൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല, എനിക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് വൈജയന്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണേ. കമലയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭക്ഷണത്തിനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മുട്ടൊക്കെ എടുത്ത് പൊരിക്കാൻ പോകണേ. അപ്പോൾ ഏട്ടത്തി എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ദേ ഒരു മെഴുകുവരട്ടി ഉണ്ടാക്കാം, പിന്നെ ദേ മുട്ടയും ചിക്കാം എന്ന് പറയട്ടോ. അതൊന്നും വേണ്ട എടുത്തി. അപ്പോൾ ഇവിടെ ചോറിനൊന്നുമില്ല, ഇവിടെ കാബേജ് തോരനും മോര് കാച്ചിയതും മീൻ വറ്റിച്ചതേ ഉള്ളൂ, അത് മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറയാൻ കേട്ടോ. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കട്ടെ. അത് ഉണ്ടാക്കിക്കോ, ഞാൻ മാത്രമല്ലേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിവിടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല എന്ന് പറയട്ടോ. അങ്ങനെ വേഗം തന്നെ വൈജയന്തി ഉള്ളി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്, മുട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പ്ലാസ്റ്റർ വെട്ടാനായിട്ട് ശനിയാഴ്ചയെ പോകേണ്ടുള്ളൂ, പക്ഷേ ഞാൻ ഇന്ന് തന്നെ ലീവ് എടുത്ത് പോയി. അതെന്താ നീ അങ്ങനെ ഇന്ന് തന്നെ ലീവ് എടുത്ത് പോയി എന്ന് പറയണ്ട. അവളുണ്ടല്ലോ, അവൾക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ. എന്തേ?
അല്ല അവൾ 2 ദിവസം ഞാൻ ലീവ് കൊടുത്തു. എന്നിട്ട് ഇന്നലെ വൈകിട്ട് അവൾ വരേണ്ടതാണ്, പക്ഷെ അവൾ വന്നില്ല. അപ്പോൾ അവൾക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? അപ്പോൾ പറയും ചെറിയ പണിയൊന്നും കൊടുത്താൽ പോരാ, വലിയ പണി കൊടുക്കണം എന്ന് കമല പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.